ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പച്ചടി റെഡിയാക്കാം. പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് നേർക്ക വെള്ളം ഒഴിക്കുക. 1/2 കിലോ കഷ്ണമുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് 4 or 5 വിസിൽ വരുന്നവരെ വേവിക്കാം. പൈനാപ്പിളിന് നല്ല വേവുള്ളതാണ്. ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത്, 1/4 ടീസ്പൂൺ കടുക്, പച്ചമുളക് ആവശ്യത്തിന്, എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം, എന്നിവ ചേർത്ത് നല്ലപോലെ തൈര് ചേർത്ത് വേണം അരയ്ക്കാൻ. പുളിക്കനുസരിച്ച് എടുക്കാവുന്നതാണ്. തേങ്ങ നല്ലപോലെ ഈ തൈരിൽ വേണം അരയാനായിട്ട്. ഒന്ന് അരച്ചതിന് ശേഷം വേണം കടുക് ഇട്ട് കൊടുക്കാൻ. കടുക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത്. നല്ലപോലെ അരച്ചെടുക്കുക. അതേസമയം കുക്കർ തുറന്ന് പൈനാപ്പിൾ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് നല്ലപോലെ വറ്റിച്ചെടുക്കുക. ഇവിടെ 2 ടേബിൾ സ്പൂൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചസാര ചേർത്തതിന് ശേഷം നല്ലപോലെ വറ്റി ഉടച്ചതിന് ശേഷം പൈനാപ്പിളിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കറിവേപ്പിലയും ചേർത്ത് ഒന്ന് തിളവന്നാൽ മാറ്റി വെക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, ചുവന്ന മുളക് എന്നിവ വറുത്തിട്ട് കൊടുക്കുക. സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി റെഡി.